ഡേ അല്ലേ. അപ്പോൾ ഫാദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ എൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻ്റ് ഉണ്ട്. ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, അവരുടെ അമ്മാവന് സുഖമില്ല, പെട്ടെന്ന് പിന്നെ മൂവ്മെൻറ്റ്സ് ഒന്നും പറ്റുന്നില്ല, അത് ഫിസിക്കൽ പ്രോബ്ലം ഒന്നുമല്ല, സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ, കാരണം പുള്ളിക്കാരൻ 80+ ആണ്. അപ്പം പറഞ്ഞില്ല, കാലമൊന്നും വാ, ചിലപ്പോൾ സൗഹൃദങ്ങളിൽ നമുക്ക് പോരാൻ പറ്റാത്ത രീതിയിൽ അവർ നമ്മളെ അങ്ങ് പെടുത്തിക്കളയും. അപ്പം ഞാനത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും പുള്ളിക്കാരിക്ക് അത് ഇല്ല, അത് സ്നേഹത്തിൻ്റെ പുറത്താട്ടോ, വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഭയങ്കര രസമാണ് വീട് കാണാൻ, ഓടിട്ട ഒരു വീട്, ഭയങ്കര മനോഹരം. അതിലേക്കാൾ ഉപയോഗിച്ച് ഭയങ്കര ക്ലീനാണ്, തിളങ്ങുവാണ്, പഴയ വീട്, തിളങ്ങുന്ന ഒരു വീട്. അപ്പോൾ അദ്ദേഹവും വൈഫും മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ചെന്നപ്പോഴൊക്കെ ഈ കുട്ടിയും ചെന്നിട്ട് എൻ്റെ മാമ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന, എഴുന്നേക്ക്, എന്തോ മാമനൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം 80+ ആണ്, വേണമെങ്കിൽ ശാരീരികമായിട്ടുള്ളതെന്ന് പറയാം, പക്ഷെ അങ്ങനെ അല്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അപ്പം വൈഫ് എന്ന് പറയുന്നത്, ഇദ്ദേഹം 80+ ആണെങ്കിലും വലിയൊരു മനുഷ്യനാണ്. വൈഫ് എന്ന് പറഞ്ഞാൽ അത്ര ഹൈറ്റൊന്നുമില്ല, കുഞ്ഞൊരു സ്ത്രീയാണ്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡും വൈഫും. അപ്പം അയാൾ വിളിച്ചോടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ചോദിക്കുന്നതെന്ന് വെച്ചാൽ വൈഫിൻ്റെ മകനെയാണ്. അതായത് പുള്ളിക്കാരൻ ഈ വൈഫിനെ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ ഒരു കുഞ്ഞ് ഓടി വന്ന് മടിയിലിരുന്നു. അത് ഈ വൈഫിൻ്റെ ആദ്യ വിവാഹത്തിലെ കുട്ടിയാണ്. അത് അയാൾ മരിക്കുകയോ ഡിവോഴ്സോ എന്തോ ആണ്. അപ്പോൾ അന്ന് തൊട്ട് ഈ കുഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ലോകം. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള 2 മക്കൾ വന്നു. അവരെക്കാളും കൂടുതൽ ഇദ്ദേഹം സ്നേഹിക്കുന്നതും ഈ പ്രായമായ അവസ്ഥയിലും ഇദ്ദേഹത്തിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം ഇപ്പൊ കുഞ്ഞല്ല, വലിയൊരു മനുഷ്യൻ, അയാളുടെ മകനാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കൊച്ചു മകനും. അപ്പം ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും, നമ്മളെപ്പോഴും സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള കഥകൾ പറയുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞില്ലാത്തതിന്റെ ഒരു ഇതില് സങ്കടപ്പെടുന്ന പുരുഷന്മാർ എത്രയുണ്ടെന്നറിയോ? അവർക്കും ഈ പറഞ്ഞ പോലെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വല്ലാത്ത, സ്ത്രീകൾ അനുഭവിക്കുന്ന അതേ പ്രശ്നങ്ങളുണ്ട്, അതേ മാനസികാവസ്ഥയുണ്ട്. ഈ ജന്മം കൊടുത്തുകൊണ്ട് ആരും അച്ഛനാവത്തില്ല. അപ്പനെന്ന് പറഞ്ഞ ഒരു വലിയൊരു വിശാലമായ ഒരു ഫാക്റ്റാണ്. അമ്മ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ നമ്മളൊക്കെ ഭയങ്കരമായിട്ടും പറയുമല്ലോ, അതേപോലെ തന്നെയാണ് അപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, അപ്പൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. അത് ചിലപ്പോൾ ജന്മം കൊടുത്തുകൊണ്ടാവണമെന്നില്ല, കർമ്മം കൊണ്ടും അപ്പനാവാൻ പറ്റുന്ന അപ്പനായ ഒരുപാട് പേരുണ്ട്. ഇനിയും അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അപ്പം അതുകൊണ്ട് ബയോളജിക്കൽ ഫാദർ എന്ന് മാത്രമല്ല, കർമ്മം കൊണ്ട് അപ്പനായ നല്ല അപ്പന്മാരായ ഒരുപാട് പേരുണ്ട് ഈ നമ്മുടെ ലോകത്ത്. അവർക്കെല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ.